നമസ്കാരം. വായ തുറക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന ചിലർ വായ തുറന്നിട്ടുണ്ട്. വായ തുറക്കാതിരിക്കുന്നതായിരുന്നു ഇതിനേക്കാൾ ഭേദം. മ്യാഷ്ട്രേ, അതെന്താ കുഴപ്പമുള്ളത്? റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. ഒരടി പിന്നോട്ടില്ല, വിവരദോഷവുമായി മുന്നോട്ട് തന്നെ. ദി റിയൽ കേരള സ്റ്റോറിയാണത്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഡൈ അടിച്ച് വെച്ചിട്ട് കൂടിപ്പോയോ? ദിവസവും ഓരോരുത്തർ പ്രായമാകും തോറും വെളുത്ത് വെളുത്ത് തല വരുന്നു. അണ്ണൻ്റെയൊക്കെ തല കറുത്ത് കറുത്ത് കൂടുതൽ കറുത്തല്ലോ. അതിലാണ് ഞങ്ങൾ പോയത്, അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. ദി റിയൽ കേരള സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോയത്. അല്ലാതെ നിയമമൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നിയമം നോക്കിയല്ല നമ്മൾ ഒരിടത്തും പോകുന്നത്. അത് നിയമപരമായ പ്രശ്നമില്ല, അത് പോയി കയറിച്ചോട്ടെ. ഇത്രയേ ഉള്ളു കാര്യം. വിവരദോഷിയാണ് എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു തെളിവിന് നമ്മൾ ഹാജരാക്കണോ? വേണ്ട. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ചിലപ്പോൾ കൊച്ചു പിള്ളേരായിരിക്കും, കൊച്ചു കുട്ടികളായിരിക്കും കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അത് നമ്മൾ നടത്തി കൊടുക്കും. നിയമം എന്ന് പറഞ്ഞാൽ അത് വേറൊരു വശത്തൂടെ പോകുന്ന കാര്യം. നമ്മൾ ആ നിയമത്തിനെ ലംഘിച്ചെങ്കിൽ അതിൽ പങ്കാളികളാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. കാരണം ഇത് റിയൽ കേരള സ്റ്റോറിയാണ്. വെറുതെ ആവശ്യമില്ലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ പല്ല് കാണിക്കുമ്പോൾ കറുപ്പ് കൂടുതൽ കറുക്കുന്നു. ഈ ഡൈ അടിക്കാൻ സമയമെടുത്തതാണോ? കുറെ നാളുകൊണ്ട് മീഡിയയിലൊന്നും കണ്ടില്ല. ഇപ്പോഴും ഞാൻ അതിനെയാ പറയുന്നത്. ഇന്നലെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം പോലീസ് അന്വേഷിച്ചോട്ടെ. പക്ഷേ അറസ്റ്റ് ചെയ്താൽ പോലീസുകാർ പോയി ജയിലിൽ കിടക്കത്തില്ല, നിങ്ങൾ തന്നെ കിടക്കണം. കേസല്ലോ എത്ര വയസ്സ്? എത്ര ആദ്യത്തെ കേസാണോ ഇത്? അതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ്. കേസൊക്കെ എത്ര കേസ് ഇങ്ങനെ വരും, നമ്മൾ ഊരി പോകും, നമ്മൾ ജയിലിൽ ചെന്ന് കിടക്കും, ഉണ്ട തിന്നും, ഞങ്ങൾ വീണ്ടും ഇറങ്ങും, വീണ്ടും വിവരദോഷം പറയും, കാണിക്കും, അരുതാത്തത് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ജീവിതം അതാണല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമെന്നല്ല, നമ്മുടെ ജീവിതമേ അതാണല്ലോ. നാണക്കേടാർക്കാ വരുന്നത്? നാണമുള്ള ആൾക്കേ നാണത്തിന് കേട് സംഭവിക്കുള്ളൂ. നാണം ഇല്ലാത്ത ഒരുത്തിന് നാണക്കേടുണ്ടാവുമോ? അഭിമാനക്ഷതം ആർക്കാ സംഭവിക്കുന്നത്? അഭിമാനമുള്ള ആൾക്ക്. ഇല്ലാത്തവർക്ക് അഭിമാനക്ഷതം ഉണ്ടാവുമോ? അതുകൊണ്ട് ഇതൊന്നും കയ്യിലില്ലാത്തവരെ ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കിയാൽ ഇത് മാധ്യമപ്രവർത്തകരുടെ വിവരദോഷം. എത്രയൊക്കെയോ കേസ്, ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ കേസ് അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നത്? പറച്ചിൽ കേട്ട ഏതാണ്ട് വലിയ പദവിയിലെത്തി ഞെളിഞ്ഞിരിക്കുകയെന്ന് തോന്നുന്നു. ഞാൻ എത്രയോ കേസൊക്കെ അഭിമുഖീകരിച്ചാണ് ഇവിടെ എത്തിയത്. സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി ജയിലിൽ പോയി കിടന്ന പോലെ. അല്ലാണ്ട് കേസ് വരുമ്പോൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന സൈസുകൾ നമ്മളൊന്ന് ഒക്കെയാ വിചാരിച്ചിട്ടുള്ളത്. കേസ് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ മാളത്തിൽ ഒളിക്കാറ്. കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ട് യുവാക്കൾ. അതെന്താ, കല്യാണം കഴിക്കുന്നതിന് പ്രത്യേക അന്തരീക്ഷമൊക്കെ ആവശ്യമുണ്ടോ? അതാണോ നിങ്ങൾ ഒരുക്കി കൊടുത്തത്? ആ കല്യാണം കഴിക്കാൻ ആവശ്യമായ അന്തരീക്ഷം എന്താണെന്ന് കൂടി വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ഉപജ്ഞാതാവൊന്ന് മൊഴിഞ്ഞാലും. അച്ഛൻ കൊടുത്ത രേഖയാണ് അവരുടെ രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. അവരുടെ രേഖകൾ അവരുടെ അച്ഛൻ കൊടുത്തതാണെന്നും അതിലൊക്കെ പ്രായപൂർത്തിയായിട്ടുണ്ടെന്നും ഒക്കെ എങ്ങനെ മ്യാസ്റ്റർക്ക് മനസ്സിലായത്? കുറച്ചു മുമ്പ് പറഞ്ഞത് അതൊക്കെ പോലീസിന്റെ വകുപ്പാണ്, നമ്മൾ അതൊന്നും നോക്കിയിട്ടല്ല പോയത്. രണ്ടു പേർക്ക് ആവശ്യമാണെന്ന് തോന്നി അതിനുള്ള അന്തരീക്ഷം ഇവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പണി. അതിനുവേണ്ടി നമ്മൾ പോയെന്നല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇപ്പൊ രേഖകളൊക്കെ പരിശോധിച്ചിട്ടായിരുന്നു അപ്പൊ ഇത് ചെയ്തത്. 5ാമത്തെ വയസ്സിലെടുത്ത ആദ്യത്തെ ഈ രേഖയാണുള്ളത് അവരുടെ കയ്യിൽ. തന്ന 5ാമത്തെ വയസ്സിലെടുത്ത രേഖയും കൊണ്ടാണോ കല്യാണം കഴിക്കാൻ ഇങ്ങോട്ട് വന്നത്? അത് പരിശോധിച്ചിട്ടാണോ നിങ്ങൾ കാർമ്മികത്വം വഹിച്ചത്? പോലീസ് പരിശോധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ എല്ലാവരുടെയും തലയിലോട്ട് ഈ കുറ്റം കൊണ്ട് വെക്കാന്ന് വിചാരിക്കണ്ട. അവരും കൂടെ ഒക്കെ പങ്കാളികളാകുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്തത് തന്നെ. എന്തൊരു കൊട്ടിഘോഷമായിരുന്നു. സംഘപരിവാറാണ് ഇതിന് പിന്നിൽ. വേണ്ട, അതും അവരുടെ തലയെ കൊണ്ടിട്ട്. ഇതിന് മുന്നിൽ നിങ്ങളായിരുന്നെന്ന് സമ്മതിച്ചല്ലോ, പിന്നിൽ സംഘപരിവാറെങ്കിൽ സംഘപരിവാർ. അവർക്ക് ഇവിടുത്തെ ഇപ്പൊ തന്നെ ഭയങ്കര ഭീഷണി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്നത്. സംഘപരിവാറുകാർ ഭീഷണിപ്പെടുത്തുമായിരുന്നെന്ന് ഇവർ ഏത് ഭാഷയിൽ പറഞ്ഞ് കേൾപ്പിച്ചു ഗോവിന്ദൻ മ്യാഷ്ട്രേ. പിന്നെ ബഹുഭാഷാ പാണ്ഡിത്യമുള്ള നിരവധി പേർ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ, 2 മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ. അതാണ് നമ്മുടെ പ്രശ്നം. 2 മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വന്നതുകൊണ്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ ഞങ്ങൾ ഒരുമ്പെട്ടു, ഞങ്ങൾ മുൻകൈ എടുത്തു. അതങ്ങനെ കേരള സ്റ്റോറിയാക്കി. ഒരേ മതവിഭാഗത്തിൽ നിന്ന് വന്ന ആളുകളായിരുന്നെങ്കിൽ അതിനിപ്പോൾ ഒരു പ്രായപൂർത്തിയായവരാണെങ്കിലും
ഞങ്ങൾ കല്യാണം നടത്തി കൊടുക്കൂല. കാരണം അതിന് വാർത്താ പ്രാധാന്യം ഇല്ല. ഇന്ത്യൻ നിയമത്തെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത് എന്നുള്ള കാര്യം പോലും അറിയാമോ? ഇല്ല. പേരെന്താ? മ്യാഷ്ടൻ. നമ്മൾ വിശദീകരിച്ചിട്ടൊന്നും കാര്യമില്ല. നിയമം എന്താണെന്ന് അറിയത്തില്ല. നിയമവശം അറിയാവുന്ന ആരോടെങ്കിലും ഒരു ഉപദേശം തേടിയതിന് ശേഷം വന്നിരുന്ന് ഞെളിഞ്ഞാൽ പോരായിരുന്നോ മ്യാഷ്ടറെ? അവരെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്നു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പം എങ്ങനെയുണ്ട്? 2 പേര് പുറത്തുനിന്ന് വന്ന് 2 മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നത് കൊണ്ട് അവർ വിവാഹം കഴിച്ചത് നമുക്കൊരു വാർത്തയാക്കണമായിരുന്നു. അതിൻ്റെ പേരിൽ അവർ കല്യാണം കഴിഞ്ഞ് ഒരാശംസ അറിയിക്കാൻ ഞങ്ങളവിടെ ചെന്നു. എന്നിട്ട് മാധ്യമങ്ങളെയൊക്കെ കണ്ട് ഞങ്ങൾ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നരകത്തിൽ ഉള്ള കുറച്ച് ആളുകൾ ഇത് നടത്തി കൊടുത്തു. എന്നിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തള്ളി. അങ്ങനെ ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാരുടെ മൊത്തം ഹൃദയം തകർത്തു, അതിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കി. ഇത്രയും ഞങ്ങൾ ചെയ്തുള്ളൂ. ഇതൊക്കെ ഒരു തെറ്റാണോ? ഇവരാരെങ്കിലും സംഘപരിവാറോ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും വാചകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളെല്ലാം മാളത്തിൽ ഇങ്ങനെ ഒളിക്കും എന്ന് തിരിച്ചറിയുന്ന കൈക്കൊണ്ടാണ്. മാളത്തിൽ ഒളിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളൊക്കെ പോയി ഒളിക്കുമെന്നറിയാം. അതിലോട്ടൊന്നും കിടക്കണ്ട. പക്ഷേ ഇത്ര ആത്മവിശ്വാസത്തോടെ ഇരുന്നുകൊണ്ട് നുണ പറയാനുള്ള മ്യാഷ്ടറുടെ ഒരു കഴിവുണ്ടല്ലോ, അത് എവിടുന്ന് കിട്ടിയതാ? ആ നുണ പറയാനുള്ള കഴിവും വിവരദോഷവും കൂടെ ആയപ്പോൾ അഹങ്കാരം ഒട്ടും കുറയ്ക്കാതെ സംസാരിക്കാൻ പറ്റി. അത് ഇനിയും തുടരും. ഇതേപോലെ ഉള്ളതിനെയൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഇനിയും സൂക്കേട് തീർത്ത് കൊടുക്കപ്പെടും. ബോർഡ് വയ്ക്ക് AKG സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ. ഒരു കണക്കിന് മെയ് 4 കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചുമ്മാതിരിപ്പല്ലേ. അതുകൊണ്ട് മധ്യപ്രദേശ് പോലീസിനെ കേരള സ്റ്റോറി എന്താണെന്ന് വിശദമായിട്ട് പഠിപ്പിക്കാൻ ആവശ്യമായ പോയിന്റുകളൊക്കെ എഴുതി വെക്ക് ഹിന്ദിയിൽ. പ്രായം തെളിയിക്കുന്ന രേഖകൾ ഏതാണെന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നുകൊണ്ട് സംസാരിച്ചത്. മ്യാഷ്ട്രേ, ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ പെൺകുട്ടിയെ മോദിയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ. മോദിയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നങ്ങ് പറഞ്ഞു വെക്ക്. ഏതായാലും ഇതുവരെ എത്തിയില്ലേ. പിന്നെ മധ്യപ്രദേശ് പോലീസിൻ്റെ പെരുമാറ്റം അത്ര വെടിപ്പല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ രാജ്യത്ത് എന്തുമാത്രം വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കി വിടുന്നുണ്ട് എന്നറിയാമോ? കേരളത്തിൽ എന്തുമാത്രം വ്യാജ ആധാർ കാർഡുകൾ പിടിച്ചിട്ടുണ്ട് എന്നറിയാമോ? എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ പണ്ഡിത? അവരിനി ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാലും ആ തീരുമാനത്തിനൊപ്പം ഉണ്ടാവുമല്ലോ അല്ലേ? അവരുടെ മുന്നോട്ടുള്ള ജീവിതം അത് മുഴുവൻ പാർട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. പാർട്ടിയെ ആരേറ്റെടുക്കും എന്നുള്ള ചിന്തയിലല്ല, ഉണ്ടെങ്കിലല്ലേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ആകും. പ്രകാശ വേഗതയിൽ അപ്പം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിവുള്ള മനുഷ്യനാണ്. പിന്നെ ഒരു കല്യാണവും ഡിവോഴ്സും മിന്നൽ വേഗമല്ലേ. ആർക്കെങ്കിലും അത്യാവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കണേ.